ആലോചിച്ചിട്ട് ഒരു എത്തും പിടി കിട്ടുന്നില്ല. 50,000 കൂടിയേ തീരൂ. ഇതെന്താണ് പെട്ടെന്നൊരു വർക്കെടുപ്പ്? നിങ്ങളുടെ എഞ്ചിനീയറുടെ കീഴിൽ തന്നെ ഉണ്ട് ഇഷ്ടം പോലെ വർക്ക്. അത് തന്നെ തീർത്താൽ തീരണില്ല. അതിൻ്റെ ഇടക്കാണ് ഒരു മെയിൻ്റനൻസ് വർക്കും കൂടെ അതും കൂടെ ഏൽപ്പിച്ചതേക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടക്ക് കല്ല്, മണല്, സിമെന്റ്, ചരല്, മെറ്റില് ഇതിൻ്റെ എല്ലാ ചുമതല അതും നിങ്ങളെ തലയിൽ കൊണ്ടെന്ന് വെച്ച് ഇതിനെല്ലാം പണിക്കാരെ ഇങ്ങോട്ട് ഒരു പണിക്കാരനെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ മറ്റേ പണിക്കാരൻ അങ്ങോട്ട് ഓടും. അപ്പോഴത്തേക്കും മറ്റേ എന്താണ് മാർത്താണ്ഡ മേശരി അല്ലേ, മാർത്താണ്ഡ മേശരി അപ്പം തേപ്പിന് പോകും. പിന്നെ പ്ലംബർ പണിക്കാരൻ വെള്ളം അടിക്കാൻ പോകുമ്പോൾ വയറ് പണിക്കാരൻ വയറ് തൂങ്ങിക്കിടക്കും. ഇതെല്ലാം കൂടാണ്ട് പറ്റ് കാശിൻ്റെ കണക്ക് അത് വേറെ. അപ്പോഴത്തേക്ക് നിങ്ങളെ പറ്റിച്ച കാശിൻ്റെ കണക്ക് അത് വേറെ ഇങ്ങനെ വരും. ഇതൊക്കെ കൂട്ടി ഇങ്ങനെ അഴകുഴമ്പനായിട്ട് കിടന്ന് എല്ലാവരും ഒപ്പിച്ച് വരുമ്പോഴത്തേക്കും ഒരു സൈഡിലെ പണി മലയുടെ ചവിട്ടിൽ, മറ്റേ സൈഡിലെ പണി പുഴയുടെ ചവിട്ടിൽ. അവിടെയാണെങ്കിൽ ഫുഡും കിട്ടില്ല. ഈ ഫുഡ് കിട്ടാണ്ടാവുമ്പോൾ അതിൻ്റെ പരാതിയാണ് എൻ്റെ പൊന്നോ തലയ്ക്ക് സ്വൈര്യം കിട്ടില്ല. ഇതൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മെയിൻ്റനൻസ് വർക്ക്. ഇതെന്താന്ന് ഇങ്ങനെ പോയി എങ്ങനെ ജീവിക്കാനാ? എന്തോന്നമ്മ ഇത്? അമ്മ ഒറ്റയടിക്ക് അച്ഛന്റെ വർക്കിന്റെ ചരിത്രം മൊത്തം ഒന്ന് പറഞ്ഞു കളഞ്ഞല്ലേ? എടാ ഇത് തന്നെയല്ലടാ എല്ലാ ദിവസവും ഞാൻ കേട്ടോണ്ടിരിക്കണേ. അപ്പൊ പിന്നെ എങ്ങനെ പറയാണ്ടിരിക്കണേ ഇത്? നീ ഒരു വാക്ക് തന്നെ സമ്മതിച്ച്. പക്ഷെ നീ വിചാരിച്ച 50,000 കിട്ടുള്ളൂ. ഞാൻ വിചാരിച്ച എങ്ങനെ കിട്ടാൻ 50,000 രൂപ? എടി നീ വിചാരിച്ചാലേ കിട്ടുള്ളൂ. നീ ഓണത്തിന് സാധനം വാങ്ങിച്ചപ്പോഴേ കൂപ്പൺ കിട്ടിയില്ല, അല്ലെങ്കിൽ 1 സമ്മാനം അടിച്ചില്ലേ? 1.5 പവന്റെ മാല. അത് എവിടെ ഇറങ്ങി താഴെ. അയ്യോ ഞാനിത് മറന്നിരിക്കായിരുന്നു കേട്ടാ. അവള് മറന്നിരിക്കായിരുന്നു. ഞാൻ ഇപ്പൊ ഓർമ്മപ്പെടുത്തിയിട്ട് അവൾ ഓർത്ത് ആ മാല ഇടറി. സത്യം പറഞ്ഞത് നേരത്തെ ഓർപ്പിച്ചിരുന്ന എങ്ങനെ ഉണ്ടല്ല, ഞാൻ അതിർത്ത് അങ്ങ് തന്നേനെ. പക്ഷെ ഇതെന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തരാൻ പറ്റുള്ളൂ. അല്ല അപ്പൊ കയ്യില് ഇല്ലേ? ഇല്ല. കയ്യിലില്ലേ? ഇല്ല. പിന്നെ എവിടെ പേടി? ആ മാല എവിടെ പേടി? എവിടെ പേടി? എന്റെ മാല? അല്ല നിനക്ക് കിട്ടിയ മാല എവിടെ പേടി? അല്ല ആ മാല ഞാൻ കൊണ്ട് പണയം വെച്ചിട്ട് ആ പൈസ എടുത്താൽ ഞാൻ FD-യിലിട്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്യുമ്പോൾ പൈസ കിട്ടൂലേ, അപ്പം അതിൽ നിന്ന് കുറച്ച് പൈസ ആ പണയം വെച്ചിലേക്ക് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ അതും കണ്ട് തിരിച്ചു കിട്ടുമല്ലോ. എങ്ങനെ? ആ മാല ഞാൻ കൊണ്ട് പണയം വെച്ചിട്ട് ആ പൈസ എടുത്ത് ഞാൻ കൊണ്ട് FD-യിലിട്ട്. ഇപ്പം ഞാൻ ജോലി ചെയ്യണ പൈസയിൽ നിന്ന് കുറച്ച പൈസ നമുക്ക് മിച്ചം വരുന്നത് കൊണ്ട് പണയം വെച്ചിലേക്ക് അടയ്ക്കുന്നുണ്ട്. ഇവർക്ക് തലഗ്യാസോടാ. ലോകത്ത് നടക്കുന്ന സംഭവം തന്നെയാണ്. മാല കൊണ്ട് പണയം വെക്കുക, ആ പൈസ എടുത്ത് FD ഇടുക, എന്നിട്ട് മാലയ്ക്ക് പൈസ അടച്ചാൽ തീർക്കുക. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8 നും 15 ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. എന്തോന്നത്? വീട്ടിൽ ആവശ്യത്തിന് ഒരു തരി സ്വർണം വെച്ചേക്കൂല. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ തരണ പൈസ പിള്ളേരുടെ പൈസ എല്ലാം കൂടെ കൊണ്ട് FD കൊണ്ട് തള്ളു. തിന്നെ കുടിക്കാൻ വേണ്ടല്ലേ? ഒരു FD കാര്യം വന്നേക്കണ് കുട്ടമ്പള മാള. നിനക്ക് ഞാൻ നല്ല പണി ചെയ്ത് നോക്കിയോ. ഇതിൽ കൂടുതൽ പണി എവിടെ നിന്ന് കിട്ടാനാ? ജീവിതാവസാനമുള്ള പണി എനിക്ക് തന്നോണ്ടിരിക്കല്ലേ. എന്താണ്? അല്ല പണി കൂടെ ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ. പണി നീ ഉരുണ്ട് കളിക്കണ്ടാടി FD കാരി. അത് ഇതിന്റെ പേരിൽ ഇനി വഴക്ക് വേണ്ട. അമ്മ ശരിക്കും കൊടുത്തമ്മ കൊഴിച്ചാമ്യ അല്ല. പിന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ലടേ. സ്വർണ്ണം എടുത്തുകൊണ്ട് പണയം വെച്ചിട്ട് ആ പൈസ FD-യിലിട്ട് ഇങ്ങനെയൊക്കെ നീ പൈസ ഉണ്ടാക്കൂടി. നമ്മൾ ഈ സ്വർണ്ണം വീട്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കാറില്ല. ഇതേപോലെ അനാവശ്യം എപ്പോഴും വന്നിട്ടുള്ളൂ. സ്വർണ്ണം വീട്ടിൽ എന്നിട്ടുണ്ടെങ്കിൽ അനാവശ്യത്തിന് മാത്രമേ നിങ്ങൾ കൊണ്ടേ വെക്കാറുള്ളൂ. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇതാണ് ബുദ്ധിയെന്ന് എനിക്കും തോന്നി. ഇപ്പൊ എനിക്ക് കിട്ടിയ പൈസ സ്വർണ്ണമല്ലേ, അതെനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ഞാൻ 2 കൊടുക്കട്ടെ? എന്തിനാ പിടിച്ചു മാറ്റിയത്? അമ്മ എന്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഇതിന്റെ പേരിൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ ഞാൻ ഇടപെടലട്ടെ. എനിക്ക് മടുത്ത്. നിങ്ങൾ ആരും ഇടപെടണ്ട. എനിക്കറിയാം ഇടപെടാൻ. കുറെ കാലമായില്ലേ ഞാൻ ഇടപെട്ടോണ്ടിരിക്കുക. എന്തോന്നമ്മ അച്ഛൻ ആ പാടുള്ള ഒരു പ്രതീക്ഷ ഒറ്റ മാലയിലായിരുന്നു. എന്താടാ എത്ര സ്വർണ്ണം കിട്ടിയാലും നിങ്ങൾ അച്ഛന് പണയം വെക്കാൻ പറ്റും? എന്താ ഞാൻ നിങ്ങൾ അച്ഛന്റെ അടിമേ? ഞാൻ ജോലി ചെയ്യാ അങ്ങനെ കൊണ്ട് തീർക്കുക. അമ്മ അതുകൊണ്ടൊന്നും അല്ല. അമ്മ ഇപ്പൊ ഒരു കാര്യം അങ്ങോട്ട് ചെല്ല, അച്ഛനെ സമാധാനിപ്പിക്കുക. ഒന്ന് പോടാ. അമ്മ എന്തോന്നമ്മ അച്ഛൻ അങ്ങനെ തരും. പോടാ അവിടെ ഇറങ്ങി മുടിയും അമ്മ. അച്ഛന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടേ കേശു. ഇല്ല വിട്. അല്ല അവൻ പറഞ്ഞ കറക്റ്റ്. അച്ഛൻ എന്തോ വിഷമമായിട്ടുണ്ട്. വാ. അച്ഛനേക്കാൾ കൂടുതൽ വിഷമം എനിക്കുണ്ട്. ഈ ജോലിയുടെ മൊത്തം ഇങ്ങനെ ഓരോ ദിവസവും തീർന്നോണ്ടിരിക്കുക. എനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ, ലാഭം ഒന്നുമില്ല. ഒരു കാര്യം പറയാം.